പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനിൽ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനും അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് ഹല്ലേലൂയ യേശുക്രിസ്തു തന്നെ പറയുന്ന വചനമാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ലോർഡ്. അനവധി തവണകൾ നാം വായിച്ച് മനസ്സിലാക്കി പഠിച്ച് വെച്ചിരിക്കുന്ന വചനമാണ്. വീണ്ടും നമുക്ക് ഈ വചനം വായിച്ച് നമ്മുടെ ആത്മജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിച്ച് ക്രമപ്പെടുത്തി എടുക്കുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ലോർഡ്. കാരണം മനുഷ്യനാരും എല്ലാം തികഞ്ഞവരല്ല. മനുഷ്യനാണോ കുറവുകൾ ജീവിതത്തിലുണ്ട്. കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ മനുഷ്യരും കുറവുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. വ്യക്തം ചെയ്യാം. എന്റെ ജീവിതത്തിൽ അനവധി കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. അത് മറ്റൊരാൾ പറഞ്ഞ് ധരിപ്പിക്കാതെ തന്നെ ഞാൻ അവയെ സ്വയം മനസ്സിലാക്കി, എന്റെ ബലഹീനതകളെയും കുറവുകളെയും ഞാൻ ശരിയായി മനസ്സിലാക്കി, ഞാൻ തന്നെ അതിന് വിധേയപ്പെട്ടും അതിനെ അനുസരിച്ചും അവിടെ ദൈവത്തിനെ താഴ്ത്തേണ്ട സ്ഥാനത്തെ താഴ്ത്തി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോഴാണ് എനിക്ക് ആത്മീയമായും ഭൗതികമായും എല്ലാം ഉയരുവാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ എന്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ തിരിച്ചറിയണം എന്ന് പറഞ്ഞ പോലാണ് ഇവിടെ ഹല്ലേലൂയ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം പഴയ നിയമത്തിലെ അവസാനത്തെ ഹല്ലേലൂയ വിശുദ്ധൻ പുതിയ നിയമത്തിന്റെ പ്രാരംഭ നാളുകളിൽ ക്രിസ്തുവിന് വഴി ഒരുക്കുവാനായിട്ട് ദൈവം അയച്ച ദൂതനും എന്നുള്ള നിലയിലും അവസാനത്തെ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത്. നമ്മുടെ ദൈവത്തിനും വായിക്കുന്നത് സകല പ്രവാചകന്മാരും പുരോഹിതന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ അപ്പന്റെ പേര് പുരോഹിതനായ സക്രിയാവ് എന്നാണ്. ഹല്ലേലൂയ. അവന്റെ അമ്മയുടെ പേര് എലിസബത്ത് എന്നാണ്. രണ്ടുപേരും പുരോഹിത കുടുംബത്തിൽ ജനിച്ചവരാണ്. അപ്പൊ യേശുവിന്റെ അമ്മയും യോഹന്നാൻ സ്നാപകന്റെ അമ്മയും ചാർച്ചക്കാരും കൂടാണ്. പ്രൈസ് ലോർഡ്. ഇവന്റെ ജനനം ഒരു ദൈവദൂത നിമിത്തം മുൻകൂട്ടി അറിയിച്ചിരുന്നു. അവൻ വളർന്നതിന് ശേഷം മരുഭൂമിയിൽ താമസിച്ച് ഇവൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചിരുന്നു. ഇവന്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു എന്ന് നമ്മുടെ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ജീവിത ശൈലിയിലൂടെ മുന്നോട്ട് പോയവനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ആള്. പ്രൈസ് ലോർഡ്. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭയ്ക്കും ആവശ്യമെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ വിവിധ വസ്ത്രധാരണങ്ങളുണ്ടെങ്കിലും എല്ലാവരെക്കാളും വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നതാണ്, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല പ്രാധാന്യം എന്നൊക്കെ പറയുന്നത്. സ്തോത്രം. നിങ്ങളൊരു വിശുദ്ധനാണെങ്കിൽ യോഹന്നാൻ സ്നാപകനെ പോലെ വ്യത്യസ്തമായ ജീവിതശൈലി നിൽക്കൊണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഇവിടെ നമ്മൾ ആ ദൈവവചനം വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്നത് സ്തോത്രം കാണുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ അത്രമാത്രം ചിന്തിക്കുമ്പോഴേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ ഈ യോഹന്നാൻ ബലഹീനവും അപൂർണമായ ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയാണ്. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത് ബലഹീനവും അപൂർണമായ ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയാണ്. എന്നാൽ സ്വർഗരാജ്യം യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള നീതീകരണത്തിന്റെ രാജ്യമാണ്.
ഹല്ലേലൂയ എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ മണവാളന്റെ സ്നേഹിതൻ ഈ മാത്രമാണെന്ന് അവൻ തന്നെ പറയുക. ഈ യോഹന്നാൻ സ്നാപകൻ പറയാണ്, ഞാൻ എന്റെ മണവാളന്റെ സ്നേഹിതൻ മാത്രമാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ആമിനലിയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മണവാളന്റെ സ്നേഹിതൻ മാത്രമാണ് യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. ഇപ്പൊ യോഹന്നാൻ സ്നാപകനെ പോലെ ചിന്താഗതി നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മണവാളൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയവൻ. ഹല്ലേലൂയ. കാര്യരുമ്പ് കാണികളാൽ തറയപ്പെട്ട് മുൾക്കീടധാരിയായി. ഹല്ലേലൂയ. വിലാപ്പുറം കുത്തിത്തുറന്ന് പടയാളികളാൽ ചാട്ടവാറുകൾ കൊണ്ട് മാറി മാറി അടിവാങ്ങി ശരീരം ഉഴവുചാലുപോലെ കീറി കണ്ടാൽ ഒരു മാംസപിണ്ഡമായി ക്രൂശിൽ കിടക്കുന്ന ഹല്ലേലൂയ മാനകുലത്തിന്റെ മുഴുവൻ രക്ഷകൻ, ഈ ലോകത്തിലുള്ള സകല ജനത്തിന്റെ രക്ഷകൻ, നിന്ദിക്കപ്പെട്ടവൻ, അപമാനിക്കപ്പെട്ടവൻ, പരിഹസിക്കപ്പെട്ടവൻ, തുപ്പലേറ്റവൻ, അടികൊണ്ടവൻ. ഹല്ലേലൂയ. ആ നമ്മുടെ മണവാളനായ ക്രിസ്തുവാണ് എന്റെ സ്നേഹിതനെന്ന്, ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹിതനാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുക. നിങ്ങൾക്കങ്ങനെ പറയുവാൻ കഴിയുമോ ശ്രോതാവേ? നിങ്ങൾക്കങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. രക്തം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഉപദ്രവിക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച, നിങ്ങൾക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച, നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം തന്ന, സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റിയ, ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന, സ്വർഗീയ കാനാന്റെ ഓഹരിക്കാരാക്കി മാറ്റിയ, ഹല്ലേലൂയ, നമ്മുടെ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹിതനാണ് ഞാനെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകണം. യോഹന്നാൻ സ്നാപകനെ പോലെ നിങ്ങൾ അഭിമാനിക്കണം. രക്തം ചെയ്യും. ഇന്ന് പലർക്കും ക്രിസ്തുവിന്റെ സ്നേഹിതനാണെന്ന് പറയുവാൻ, ഞാൻ മണവാളന്റെ സ്നേഹിതനാണെന്ന് പറയാൻ പലർക്കും ലജ്ജയാണ്. എന്നാൽ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ഓടിയെത്തുന്നവരുമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നയാള് ഒരു രോഗശാന്തിക്കോ ഒരു ഭൂതശാന്തിക്കോ ഒരു വീര്യപ്രവർത്തികൾക്കോ വന്നവനല്ല. വീട് വെക്കാൻ വേണ്ടിയിട്ടും കാറ് വെക്കാൻ വേണ്ടിയിട്ടും വിദേശ രാജ്യത്തിന് പോകാൻ വേണ്ടിയിട്ടും ഒന്നും വന്നവനല്ല യോഹന്നാൻ സ്നാപകൻ. ഈ ഭൂമിയിലെ ഒന്നും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മരുഭൂമി താമസിച്ച് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ച് വെട്ടുക്കിളി അവന്റെ ആഹാരമാക്കി തീർത്തത് അവന്റെ അത്രമാത്രം താഴ്മ. ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല. യേശുക്രിസ്തുവിന്റെ ആത്മമണവാളന്റെ സ്നേഹിതനാണെന്ന് പറയാൻ ലോകത്തിലുള്ളതെല്ലാം വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, വാരി കൂട്ടിക്കൊണ്ടിരിക്കുക, പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക, അപഹരിച്ചുകൊണ്ടിരിക്കുക, കള്ളം പറഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുക. ദിവ്യാഗ്രഹമാണ്. ആമേൻ. തന്നെത്താൻ ഉയർത്താൻ വേണ്ടി എന്തെല്ലാം വ്യാജങ്ങൾ പറഞ്ഞു എന്ത് വേണമെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ വിരുദ്ധുള്ളവരാണ് ഇന്നത്തെ യോഹന്നാൻ സ്നാപകന്മാര്. അപ്പോൾ വേദപുസ്തകത്തിലെ യോഹന്നാൻ സ്നാപകൻ വിശുദ്ധനാകട്ടോ. ഇന്ന് അനവധി യോഹന്നാൻ സ്നാപകന്മാര് തലപൊക്കിയിട്ടുണ്ട്. അവരെല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ്. മാനസാന്തരപ്പെട്ട സഹോദര, മാനസാന്തരപ്പെട്ട് മടങ്ങിയവ. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ എന്തായിരുന്നു? യോഹന്നാൻ സ്നാപകന്റെ ജീവിതം എന്തായിരുന്നു? യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ദൈവിക ദൗത്യം എന്തായിരുന്നു? യോഹന്നാൻ അത് എന്താണ് ഇവിടെ ചെയ്തത് എന്നൊക്കെ നീ സത്യസന്ധമായി വായിച്ചു പഠിക്കുമ്പോഴാണ് യോഹന്നാൻ സ്നാപകനെ പോലെ നിനക്ക് താഴ്വാതിരിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, യോഹന്നാൻ സ്നാപകന്റെ ജീവിത ശുശ്രൂഷ പ്രസംഗിച്ചാൽ പോരാ, ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത്, എന്നാൽ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മണവാളന്റെ കാന്തയാണ്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന്റെ മണവാളന്റെ സ്നേഹിതനായിരിക്കുന്ന പോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ കാന്ത, നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ സ്നേഹിതനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന ഭൂമിയിലെ സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ സ്നാപകനെ ഉൾപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട ഇവരുടെ കൂട്ടമാകുന്ന ഭൂമിയിലെ ദൈവസഭയ്ക്കകത്ത് യോഹന്നാൻ സ്നാപകനെ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അഥവാ അവനെ അവിടെ കാണുകയില്ല. ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നതിന്റെ ആശയം അതാണ്. ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നതിന്റെ ആശയം അതാണ്. ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയായിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് യോഹന്നാൻ സ്നാപകനില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവനെ പറയുന്നു, അവൻ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്ന സാരം അതാണ്. ഇത് സ്വർഗത്തിലെ കാര്യമല്ല, ഭൂമിയിലെ സ്വർഗരാജ്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിന്റെ കാര്യമല്ല, ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ അവസ്ഥയാണ് പറയുന്നതെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഒക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മത്തായി 3:2 വന്നാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരെ, നാം ദൈവത്തോട് ചേർന്ന് യോഹന്നാനെ പോലെ സത്യസന്ധമായി വിശുദ്ധമായ രീതിയിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ നിന്നൊക്കെ വേർപെട്ട് വ്യത്യസ്തമായ രീതിയിൽ നാം കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രൈസറോ. ഇവിടെ സ്ഥാനമാനങ്ങളും പദവികളും പേരും പ്രശസ്തിയും ഒന്നും നിങ്ങൾ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ. മറ്റുള്ളവനെ ഉപദ്രവിച്ചും മറ്റുള്ളവനെ കളിയാക്കി അപമാനിച്ചും അവരോട് കളവ് പറഞ്ഞു ഒന്നും നിങ്ങൾ വാരിക്കൂട്ടി എടുക്കരുത്. വ്യാജമായി ഒന്നും നിങ്ങൾ സമ്പാദിക്കരുത്. ദിവ്യാഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല. ദൈവം തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. ദൈവം നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുവാൻ തയ്യാറാകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം തൃപ്തികരമായി മാറുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ എത്ര കിട്ടിയാലും തൃപ്തിയില്ല. കാരണം അവന്റെ ഉള്ളിൽ ആർത്തി കിടക്കുന്നു, പരവേശം കിടക്കുന്നു. മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ, മറ്റുള്ള അനുഗ്രഹം കാണുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അത് വെട്ടിപ്പിടിച്ചെടുക്കണം എന്നുള്ള ചിന്താഗതിയിലൂടെ മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, എത്ര കിട്ടിയാലും മനുഷ്യന് തികയില്ല. എന്നാൽ യോഹന്നാനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. തന്റെ ജീവിതം മരുഭൂമിയിൽ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പം ധരിച്ചു വെട്ടുക്കിളിയും കാട്ടുതേനും താൻ ആഹാരമാക്കിയപ്പോഴും തനിക്ക് കിട്ടിയതെല്ലാം തൃപ്തിയായിട്ട് കണ്ടു. ഒരു പരാതിയുമില്ല, ഒരു പരിഭവങ്ങളുമില്ല. ആരുടെയൊന്നും വെട്ടിപ്പിടിച്ചെടുക്കുകയോ പിടിച്ചു മേടിക്കുകയോ പിടിച്ചു പറിക്കുകയോ കൊള്ളയടിക്കുകയോ വ്യാജം പറഞ്ഞ് മേടിക്കുകയോ ഒന്നും യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലില്ലായിരുന്നു. സത്യസന്ധത. പ്രൈസറോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ സത്യസന്ധതയോടെ വിശ്വസ്തയോടെ നിന്നാൽ കർത്താവ് നിന്നെ മാനിക്കും. രക്തം ചെയ്യാൻ നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് യോഹന്നാൻ സ്നാപകനെ പോലെ വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് വേർപെട്ട് വിശ്വസ്തയോട് സത്യസന്ധതയോടും കൂടെ നീ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ നിനക്ക് തൃപ്തികരമായി ജീവിക്കാൻ കഴിയുള്ളൂ. അത് യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. രക്തം ചെയ്യൽ. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മനസ്സിരുത്തി വായിച്ച് പഠിച്ച് ആ മനുഷ്യന്റെ സത്യസന്ധതയിലേക്കും വിശുദ്ധിയിലേക്കും നമ്മൾ മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്, ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത് വിശുദ്ധിയാണ്. യേശുക്രിസ്തുവിന് മുമ്പായി യേശുക്രിസ്തുവിന്റെ വഴിയൊരുക്കാൻ കടന്നു വന്ന ദൂതനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തില് ഹല്ലേലൂയ സ്തോത്രം ഇത്രമാത്രം വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവജനം എത്രമാത്രം വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഇന്നത്തെ ദൈവമക്കൾക്ക് വിശുദ്ധിയില്ല, പാടയില്ല. അങ്ങനെ വിശുദ്ധി ജീവിക്കുന്ന ഒരാളെ എനിക്കൊന്ന് കാണിച്ചു തരാമെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ എന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാ പറയുന്നത്. കാരണം ഞാൻ ബലഹീനനാണ്, കുറവുള്ളവനാണ്. ഹല്ലേലൂയ. ഞാനത് സ്വയം സമ്മതിക്കുക. അതേപോലെ നിങ്ങൾ സ്വയം സമ്മതിക്കണം. എങ്കിലേ നമുക്ക് തൃപ്തിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലേ നമുക്ക് കർത്താവിനോട് എടുക്കാൻ പറ്റത്തുള്ളൂ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ മനുഷ്യൻ തങ്ങളുടെ കുറവുകളെ കാണാതെ വിശുദ്ധനാണെന്നുള്ള പേര് പറഞ്ഞ് നടക്കുക. മനുഷ്യൻ പലരെയും വിശുദ്ധന്മാരാക്കുന്നുണ്ട്, വാഴ്ത്തപ്പെട്ടവരാക്കുന്നുണ്ട്. മനുഷ്യന്റെ ആമിലയ വാക്കുകൾ മുമ്പിൽ പലരും അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്നുണ്ട്. പക്ഷെ നീ ദൈവസനെ താഴ്ത്തി കൊടുക്കണം. യോഹന്നാൻ സ്നാപകനെ ലോകം ഉയർത്തിയാലും ഉയർത്തി കാണിച്ചാലും യോഹന്നാൻ സ്നാപകൻ ഉയരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവൻ ദൈവസനെ താഴ്ത്തി കൊടുക്കുകയാണ്. വിശുദ്ധിയുടെ ജീവിതത്തിനകത്ത് യോഹന്നാൻ സ്നാപകൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ആത്മജീവിതം വിശുദ്ധിയും സത്യസന്ധതയും നിറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട ഒരു അനുഭവത്തിൽ നിൽക്കുന്നതായിരിക്കണം.
പ്രൈസലോ. നിന്നെ ദൈവരാജ്യത്തിന്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നതിന്റെ മഹാത്മ്യത്തെ നീ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വരവോളം അഥവാ നിന്റെ മരണം വരെ മറ്റുള്ളവർക്ക് നീ ഇടർച്ചയായി മാറാതെ, മറ്റുള്ളവർ നീ ഒരു പരിഹാസമായി മാറാതെ, ദൈവസഭയ്ക്കും ദൈവനാമത്തിന് നീ ഒരു അപമാനമായി മാറാതെ, യോഹന്നാൻ സ്നാപകനെ പോലെ നിന്റെ ജീവിതത്തെ നീ ക്രിസ്തുവിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം, വ്യക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിത വിശുദ്ധിയെ തികച്ചു മുന്നോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്ന മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇവന്റെ വസ്ത്രത്തിലും ആഹാരത്തിലും നിയന്ത്രണത്തിലും പ്രതിഷ്ഠയും ഉണ്ടായിരുന്നു. ഇവന്റെ വസ്ത്രത്തിലും ആഹാരത്തിലും നിയന്ത്രണവും പ്രതിഷ്ഠയുണ്ടായിരുന്നു. അവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരിയിൽ തോൽമാറും ഉണ്ടായിരുന്നു, അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. പ്രൈസലോ. നമ്മളൊന്നും കഴിച്ചിരിക്കുന്ന ആഹാരമല്ല. ഇന്നത്തെ ആളുകൾക്ക് ചിക്കൻ ബിരിയാണി, കുഴിമന്തി, അതുപോലെ അൽഫാം, എനിക്കൊക്കെ എല്ലാത്തിനും പേരറിയത്തില്ല. കാരണം ഞാനത് അപൂർവമായിട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അല്ലേ എലിയ? അതുകൊണ്ട് അതിന്റെ ഒന്നും പേരല്ല. കടയിൽ കയറി ഇതിന്റെ ഒന്നും സാധനം പേര് പറഞ്ഞ് വാങ്ങാൻ പോലും അറിയത്തില്ല. ലേലിയ സ്വതന്ത്രം. നിങ്ങളവർക്ക് ഈ മനുഷ്യൻ എന്ത് മനുഷ്യനായിരിക്കുന്നത്? അതെപ്പോഴും അങ്ങനെ വാങ്ങാനും മേടിക്കാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് അതിന് പേരല്ല. എങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ദൈവദാസന്മാർക്ക് എത്ര കിട്ടിയാലും തികയത്തില്ല ദൈവമക്കൾക്ക്. ഒരിക്കലും ഒരു ദൈവദാസനോട് പറഞ്ഞേ, എന്റെ പാസ്റ്റർ ഇങ്ങനെ ഒന്ന് ജീവിച്ചിട്ട് കാര്യമില്ല. ആഴ്ചയിൽ പാസും ഭാര്യയും മോളും കൂടെ കടയിൽ പോയി വല്ല ചിക്കൻ മന്തിയോ ചിക്കൻ ബിരിയാണിയോ അൽഫാമോ പിന്നെ കുറെ കാര്യത്തിൽ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്റെ പാസ്റ്റർ അതിന്റെ പേര് പോലും കടയിൽ കയറിയത് പറയാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ പോയി. ഒരിക്കൽ ഞാനും എന്റെ മകളും എന്റെ വൈഫും കൂടെ തിരുവല്ലയ്ക്ക് പോയി. അല്ലെങ്കിൽ ഏതൊരു മീറ്റിങ്ങിന് പോയിട്ട് ഞങ്ങൾ തിരുവല്ലയിൽ വന്നപ്പോൾ രാത്രി ഒരു 9 മണി ഞങ്ങൾക്ക് വളരെ വിശപ്പായി. തിരുവല്ലയിലെല്ലാം നടന്നു എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി എന്റെ കൊച്ചു പറഞ്ഞപ്പോൾ, അച്ഛൻ എനിക്കൊരു ചിക്കൻ ബിരിയാണി മേടിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരുപാട് സമയം നടന്ന ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ഇപ്പുറത്തായിട്ട് താഴെ ഒരു ഹോട്ടൽ ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ചെന്ന്, പേരൊന്നും അറിയത്തില്ല, എന്റെ വൈഫിനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, പിന്നെ കൊച്ചിനെ വേണ്ടി അറിയത്തുള്ളൂ. അവള് പറഞ്ഞു ഞങ്ങൾ ഒരു അൽഫാം തരാൻ പറഞ്ഞു. അതവര് കൊണ്ട വെച്ച് കഴിഞ്ഞപ്പോ എന്താണ്, ആരൊക്കെയോ തിന്ന് ശേഷിച്ച് ബാലൻസ് വന്നതിന്റെ ബാക്കി വൈകിട്ട് കടയടയ്ക്കാൻ പോകല്ലേ, അതെല്ലാം കൂടെ വിളമ്പിയിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് പഴയതാണ്, അവിടെ ബാലൻസ് വന്നത് ഉപയോഗശൂന്യമായത് മനസ്സിലാക്കിയത്. കയറിപ്പോയാലും അബദ്ധം പറ്റി തിന്നും പോയാലും എന്ന് ഓർത്ത് വളരെ നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു. പൈസ പിന്നീട് കയറിയിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് എന്നെക്കുറിച്ച് ചിന്തയില്ല. പക്ഷെ ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കടയിൽ കയറി കഴിക്കണം, ഹോട്ടലിൽ കയറി കഴിക്കണം. അല്ലെങ്കിൽ ചില ദൈവദാസന്മാരെന്ത് ചെയ്യും, വീട്ടിലിരിക്കുന്ന ഭാര്യയും മക്കളെയും കുറിച്ച് ഓർക്കാതെ വാങ്ങി കഴിച്ചിട്ട് വീട്ടിൽ ചെന്നിരുന്ന് കഥ പറഞ്ഞ് മക്കളെയും ഭാര്യയും കൊതിപ്പിക്കുന്നവരുണ്ട്. ദൈവം പാപമാകട്ടോ. ലേരി, നീ തിന്നതോ തിന്നു, പിന്നെ നിന്റെ വീട്ടിൽ നിന്റെ മക്കളെയും ഭാര്യയും കൂടെ പറഞ്ഞ് നീ കൊതിപ്പിക്കരുത്, അല്ലെങ്കിൽ അവർക്കൂടെ മേടിച്ചു കൊടുക്കണം. പൈസ ഞാൻ ആ ഭാഗം ഒന്ന് നിർത്തുക. ഇവിടെ നമ്മൾ വായിച്ചത് യോഹന്നാൻ സ്നാപകൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി ആമയിൽ ഒട്ടകരോമം കൊണ്ടുള്ള ഹല്ലേലൂയ സ്തോത്രം വസ്ത്രവും ഹല്ലേലൂയ ഉടുപ്പും, ആമയിൽ സ്തോത്രം ഒട്ടകരോമം കൊണ്ടുള്ള മാമയും കൊണ്ട ഉടുപ്പും ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും അവന്റെ ആഹാരമാക്കി മാറ്റി. അന്ന് സ്റ്റാർ ഹോട്ടലുകളും ഒന്നുമില്ല. ലേലിയ ഒന്ന് ഓർത്ത് നോക്കി, ആ മനുഷ്യന്റെ ജീവിതം എത്ര സത്യസന്ധമായിരുന്നു, വിശുദ്ധമായിരുന്നു. നമ്മളൊക്കെ ഇന്ന് താഴണം പ്രിയരെ, നമ്മളൊക്കെ താഴണം, നമ്മളൊക്കെ താഴ്മ ധരിക്കണം. നമ്മുടെയൊക്കെ ആ മനസ്സിലെ അഹങ്കാരങ്ങളും നികളങ്ങളും സ്പർദ്ധയൊക്കെ മാറ്റിവെച്ചിട്ട്, ഞാനാണ് വലിയവൻ, എനിക്കെല്ലാം കഴിഞ്ഞു, എനിക്ക് സമ്പത്തുണ്ട്, പണമുണ്ട്, ഞാൻ ഇഷ്ടമുള്ള ആഹാരം കഴിക്കും, ഞാൻ സ്റ്റാർ ഹോട്ടൽ 5 നക്ഷത്ര ഹോട്ടലുകളിൽ മാത്രമേ കിടക്കത്തുള്ളൂ, ജീവിക്കത്തുള്ളൂ, അവിടുത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ള അഹങ്കാരത്തിന്റെ ഹുങ്കാരത്തിന്റെ പ്രതാപം നിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട് നീ യോഹന്നാൻ സ്നാപകനെ പോലെ താഴ്മ ധരിക്കണം. പൈസലോ ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം കേട്ടോ. ദൈവസഭയ്ക്കകത്ത് നിന്ന് നിൽക്കുന്നവനാണെങ്കിൽ, ക്രിസ്തുവിന്റെ ശിഷ്യനാണെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന
ആളാണെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. യോഹന്നാൻ സ്നാപകനെ പോലെ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉത്തരവാദിത്വത്തോടെ സത്യസന്ധതയോടും വിശ്വസ്തയോടും നീ ചെയ്യണം. രക്തം ചെയ്യും. ദൈവരാജ്യത്തിൽ പോകണ്ടേ? സ്വർഗരാജ്യത്തിൽ എത്തണമല്ലോ. സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ നാം താഴ്ച ഭാവിച്ചേ പറ്റുള്ളൂ. അല്ലേ? അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും മരിയിൽ തോൽമാറുമുണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. നല്ല രുചികരമായ ഭക്ഷണം. പ്രൈസലോ, നല്ല ടേസ്റ്റ്, നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ കഴിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകന് ഈ ആമി സ്തോത്രം, അല്ലെങ്കിൽ ഈ വെട്ടുക്കിളിയും കാട്ടുതേനും ആഹാരമായി കഴിക്കുമ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനിൽ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് ദൈവം കൊടുത്ത ഭക്ഷണവും കാമിനൽ കഴിച്ചുകൊണ്ട് അതിന്റെ രുചി നാവിൽ ഊറുമ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ ദൈവത്തെ സ്തുതിച്ചു കാണും. രക്തം ചെയ്യും. ചിക്കൻ തിന്നിട്ടല്ല കേട്ടോ, ബീഫ് തിന്നിട്ടും മട്ടൻ തിന്നിട്ടുമല്ല. വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമാക്കിക്കൊണ്ട് ജീവിച്ചവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അല്ലേരിയ. നമ്മുടെ ആദിമകാല സഭയുടെ ചരിത്രം നോക്കിയാൽ നമ്മുടെ പിതാക്കന്മാർ കട്ടൻ കാപ്പി തിളപ്പിച്ചതും കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ അന്ന് കാപ്പിക്കുരു മേടിച്ച് പൊടിച്ച് കുടിക്കാൻ പോലും വകയില്ലായിരുന്നപ്പോൾ കാപ്പി കുത്തുന്നതിന്റെ കാപ്പിക്കുരു കുത്തുന്ന തൊണ്ട് അന്ന് കടയിൽ വാങ്ങാൻ കിട്ടുമായിരുന്നു. ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിശ്വാസം വരുന്നതും കുടിച്ചിട്ടുണ്ട്. കാരണം കാപ്പിക്കുരുവിന്റെ തൊണ്ട് വാങ്ങി കുത്തി അല്ലൊരു പൊടിച്ച പൊടി, ഇല്ലെങ്കിൽ ഞുറുക്ക് കാപ്പി എന്ന് പറയുന്ന ഒരു സാധനം കടയിൽ കിട്ടുമായിരുന്നു. അത് വാങ്ങി അല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് അത് തിളപ്പിച്ച കട്ടൻ വെള്ളം പഞ്ചസാര പോലും ഇല്ലാതെ അങ്ങനെ കുടിച്ചാണ് നമ്മുടെ പിതാക്കന്മാർ സുവിശേഷ വേല ചെയ്തത്. കട്ടൻ കാപ്പിയും ഉണക്കമീൻ ചുട്ടതും പച്ചക്കപ്പ പുഴുങ്ങിയതും തിന്ന് ഒരു നേരത്തെ ചോറ് കാണാൻ കഴിയാതെ, കഞ്ഞിവെള്ളം കാണാതെ കിട്ടുന്ന ആഹാരങ്ങൾ കൊണ്ട് ദിവസങ്ങളോളം നടന്ന് പട്ടിണി കിടന്ന് കാലിലിടാൻ ചെരുപ്പില്ലാതെ നല്ലൊരു വസ്ത്രമില്ലാതെ, അന്ന് അവർക്കടിക്കാൻ പെർഫ്യൂമോ പൗഡറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വിദേശ വസ്ത്രങ്ങളൊന്നും കൊണ്ട് ആർക്കും കൊടുക്കാനില്ല. കയ്യിൽ വില കൂടിയ ആൻഡ്രോയിഡ് മൊബൈലൊന്നും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അല്ലേരിയ. അന്ന് അവർക്ക് വില കൂടിയ വലിയ വാച്ചുകളൊന്നും ഇല്ലായിരുന്നു. അല്ലേരിയ. അവർക്ക് വലിയ ലൈറ്റുകളൊന്നും എല്ലാം ചൂട്ടുകെട്ട് പന്തമാക്കി സുവിശേഷം ചെയ്ത നമ്മുടെ വിശുദ്ധന്മാർ നമുക്ക് മുമ്പേ കടന്നുപോയവരുണ്ട്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഈ ആദിമകാല സഭയുടെ ശുശ്രൂഷകന്മാരുമായി നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരെയും കൂടെ ഓർത്തിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. രക്തം ചെയ്യും. ഇന്ന് ഉപദേശത്തിനകത്ത് കൂട്ടിച്ചേർത്ത് ഉപദേശത്തെ ദുരുപദേശമാക്കി മാറ്റി ബൈബിളിലെ സത്യങ്ങളെ കൂട്ടി മാറ്റിക്കൊണ്ട് ബൈബിളിലെ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പണസമ്പാദ്യത്തിന് വേണ്ടി എന്ത് വിവരക്കേട് വിളിച്ചു പറയുന്ന റവറന്റുമാരും ഡോക്ടർമാരും ഇന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു. അല്ലേലിയ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തെ മറിച്ചു കളഞ്ഞ് ദൈവവചനത്തിന്റെ വിശുദ്ധിയെ മാറ്റിക്കളഞ്ഞിട്ട് പണമുണ്ടാക്കുന്ന ശുശ്രൂഷയുമായി ഒരുപാട് പേര് ഇന്ന് രംഗത്ത് വന്ന് ന്യൂ ജനറേഷൻ എന്നൊക്കെ അവരെ വിളിക്കുന്ന കേൾക്കാം. പണമുണ്ടാക്കല. അവര് ശാപം മുറിക്കുന്നു, രോഗം മാറ്റുന്നു, രോഗശാന്തി കൊടുക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, അട്ടിക്കുന്നു, തൊഴിക്കുന്നു, ഇടിക്കുന്നു, കുത്തുന്നു, വെട്ടുന്നു എന്ന് വേണ്ട എന്തെല്ലാം മാരകമായ ക്രൂരമായ സ്വഭാവത്തിലൂടെയാണ് പൈസ ഉണ്ടാക്കിയെടുക്കുന്ന ദുരുപദേശം സഭയ്ക്കകത്ത് കയറിക്കൂടി ദൈവദാസന്മാരിൽ ദുരുപദേശം കടന്നുകൂടി ആത്മീയ നേതൃത്വത്തിന്റെ പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവരെ വേദികളിൽ വിളിച്ചു കയറ്റി സംസാരിപ്പിക്കുന്നു. അവസാനം വീട്ടിത്തരം പറ്റിക്കഴിയുമ്പോൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെയുള്ളവരെ കയറ്റരുത്. അല്ലേരിയ. വിവേചിക്കാനുള്ള കഴിവ് വേണം, മാനസാന്തരം വേണം. അല്ലേരിയ. അതുകൊണ്ട് നല്ലതും തീയതും തിരിച്ചറിയണം. അല്ലേരിയ. സ്തോത്രം. വേഷഭൂഷാദികൾ അണിഞ്ഞ് പ്രച്ഛന്ന വേഷധാരിയെ നിന്നതുകൊണ്ട് എല്ലാവരും സുവിശേഷകന്മാരാകത്തില്ല. വെള്ളയൊടുപ്പ് ധരിച്ചത് ക്ലീൻ ഷേപ്പ് ചെയ്തുകൊണ്ട് അല്ലേരിയ എല്ലാവരും സുവിശേഷകന്മാരാകത്തില്ല. വിശുദ്ധി ജീവിക്കണം. യോഹന്നാൻ സ്നാപകനെ പോലെ വിശുദ്ധിയില് വേർപാടില് സത്യസന്ധതയോടെ വിശ്വസ്തയോടെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി നീ കർത്താവിന്റെ വേല ചെയ്യണം. പ്രൈസലോ. നിന്നെയാണ് ദൈവരാജ്യം അംഗീകരിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ ദുരുപദേശകന്മാരെ സഭയ്ക്കകത്ത് ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന, സ്റ്റേജുകളിൽ കൺവെൻഷൻ ശാലയിൽ ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന, കോമാങ്ങളിൽ വേഷം കെട്ടുന്ന, വേഷഭൂഷാദികൾ അണിഞ്ഞ
ഇടയന്മാരെന്ന വേഷം കെട്ടി നടക്കുന്ന അല്ലെങ്കിൽ അവരെ നീ തിരിച്ചറിഞ്ഞിട്ട് അവരിൽ നീ പിന്തിരിഞ്ഞു നിൽക്കണം, മാറി നിൽക്കണം, മാനസാന്തരപ്പെടണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ പോലെ നീ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂലോക മനുഷ്യർ ആഡംബര ജീവിതം നയിക്കുന്നത് പോലെ നയിക്കാതെ വളരെ എളിമയോടും സൗമ്യതയോടും കൂടെ ജീവിച്ച് ലോകരോടൊത്ത് ജീവിക്കാതെ, ലോക ജനങ്ങളോടൊത്ത് ജീവിക്കാതെ ദൈവത്തോട് ചേർന്നവന്ന് ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഏൽപ്പിച്ച, പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യ ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്തെടുക്കുവാൻ രക്തം ചെയ്യും. യോഹന്നാൻ സ്നാപകനെ ദൈവം ഉപയോഗിച്ചു. യോഹന്നാൻ സ്നാപകൻ അങ്ങനെ ശുശ്രൂഷ ചെയ്തത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഈ സ്തോത്രം, യേശുക്രിസ്തുവിനേക്കാൾ 6 മാസം മുതിർന്നവനായിരുന്നിട്ട് പോലും, യോഹന്നാൻ സ്നാപകനെ യേശുക്രിസ്തുവിനേക്കാൾ 6 മാസം മുതിർന്നവനായിരുന്നിട്ട് പോലും യേശുവിനെ ഉയർത്തുന്നവനായും യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനുമായി അവൻ ജനങ്ങളെ യേശുക്രിസ്തുവിലേക്ക് വഴി നടത്തി. ഹല്ലേലൂയ. കണ്ടോ, യേശുക്രിസ്തുവിനേക്കാൾ 6 മാസം മുതിർന്നവനെ യോഹന്നാൻ സ്നാപകൻ. എന്നിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധി താഴ്ത്തി കൊടുത്തുകൊണ്ട് വിധേയപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് ലോകജനത്തോട് മാനസാന്തര സുവിശേഷം അറിയിച്ച് അനേകരെ വെള്ളത്തെ സ്നാനം കഴിപ്പിച്ച് ദൈവത്തെങ്കിലേക്ക് നടത്തിയവനാണ് യോഹന്നാൻ സ്നാപകൻ. രക്തം ചെയ്യും. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ചെറിയ നമ്മുടെ തലമുറയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച് അവർ സ്തുതി സ്തോത്രങ്ങളാലും ആലോചനയാലും ദൈവദൂതുകളാലും പ്രവചനത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷിച്ച ദൈവജനത്തോട് ദൂതുകൾ ആലോചന പറയുമ്പോൾ ചിലരൊക്കെ മാറി നിന്ന് പറയും, പ്രായമുള്ളവന്റെ വീട്ടിലാണോ ഈ ചെറുക്കം കൊണ്ട് കൈവച്ചത്? പ്രായമുള്ളവന്റെ നേരെ ചെന്നാണോ അല്ലെങ്കിൽ ഈ ദൂത് പറയുന്നത്? ഹല്ലേലൂയ എന്നൊക്കെ ചോദിക്കുന്ന അനവധി പൊങ്ങച്ചക്കാരായിരിക്കുന്ന ശുശ്രൂഷകന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരോട് പറയട്ടെ, യേശുക്രിസ്തുവിനേക്കാൾ 6 മാസം മുതിർന്നവനായിരുന്നിട്ട് പോലും യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ സന്നിധി താഴ്മയോടും വിനയത്തോടും സത്യസന്ധതയോടും കൂടി ശുശ്രൂഷ ചെയ്തതുപോലെ നീ ആരെയും വിമർശിക്കാതെ കർത്താവായ യേശുക്രിസ്തു നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യണം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷ വിമർശനമായി മാറരുത്. നിന്റെ ശുശ്രൂഷ കളിയാക്കലും പരിഹാസവുമായി മാറരുത്. സഭയ്ക്കകത്ത് വരുന്നവരെ തേജോവധം ചെയ്യുന്നതായി മാറരുത്. അവരുടെ വസ്ത്രം നോക്കി, അവരുടെ ഭക്ഷണം നോക്കി, അവരുടെ ജീവിതം നോക്കി അവരെ നീ പരിഹസിച്ച് അവരെ തേജോവധം ചെയ്യുന്ന രീതിയായി മാറാതെ ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ഹല്ലേലൂയ പറഞ്ഞാൽ പ്രസംഗിച്ച ജനം മാനസാന്തരപ്പെടും. രക്തം ചെയ്യും. ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അപ്പൊ ഇവിടെ നാം ദൈവവചനം വായിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, അവൻ വളരണം, ഞാനോ കുറയണം എന്നവൻ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ യോഹന്നാൻ പറയാണ്, അവൻ വളരണം, ഞാൻ കുറയണം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ തടവിലാക്കപ്പെടുന്നതിന് മുമ്പേ സ്തോത്രം യോഹന്നാൻ തടവിലാക്കപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞതായി നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന അവസാനത്തെ വാക്കുകളാണിവ. കർത്താവിനെ ഹൃദയംഗമായി സ്നേഹിക്കുന്ന ഒരുവൻ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണമാണിത്. യോഹന്നാന്റെ വിനയം നമുക്കൊരു ഉത്തമ മാതൃകയാണ്. അവൻ വളരണം, ഞാനോ കുറയണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ എവിടെയും നിങ്ങൾ കുറയുവാൻ തയ്യാറാണ്. നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായി, നിങ്ങളെക്കാൾ ശക്തിയോടെ, നിങ്ങളെക്കാൾ ശക്തമായ രീതിയിൽ ദൈവവചനവും ദൂതും ശുശ്രൂഷയുമായിട്ട് മറ്റൊരാളെ ദൈവം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അവൻ വളരുവാനുള്ള പ്രോത്സാഹനം ചെയ്തു കൊടുക്കണം. നിങ്ങൾ താഴണം. നിങ്ങൾ ഒരുപക്ഷെ നല്ല ശുശ്രൂഷകന് നന്നായിട്ട് വചനമറിയാൻ വെളിപ്പാട് ദർശനമൊക്കെ ഉള്ളവനായിരിക്കും. നിങ്ങൾ ഒരുപാട് സ്റ്റേജുകളിൽ കയറിയിറങ്ങുന്നതും വിദേശ രാജ്യങ്ങളിൽ പോയി തിരക്കുള്ള ശുശ്രൂഷ ചെയ്യുന്നവനുമായിരിക്കണം. പക്ഷേ നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായി ഒരു ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വചനാടിസ്ഥാനത്തിൽ കേട്ടോ, നിങ്ങൾ താഴ്ന്നു കൊടുക്കണം. യോഹന്നാൻ സ്നാപകനെ പോലെ താഴ്ത്തി കൊടുക്കണം. അതുകൊണ്ടാണ്
യോഹന്നാൻ സ്നാപകൻ അവൻ വളരണം ഞാനോ കുറയണം. ആ താഴ്മ എളിമത്തോ എന്ന് ശുശ്രൂഷയിൽ വേണ്ടത് കേട്ടോ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ അനുയായിയായി നിൽക്കണം. അല്ലേലിയ വചനം പറയുന്ന കർത്താവ് നമ്മിൽ വളരണമെങ്കിൽ അല്ലേലിയ ഞാൻ എന്ന അമലരി സ്തോത്രം ഭാവം കുറയണം. കർത്താവ് നമ്മിൽ വളരണമെങ്കിൽ, കർത്താവ് നമ്മിൽ വസിക്കണമെങ്കിൽ, അല്ലേലിയ കർത്താവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ എന്നുള്ള ഭാവം കുറയണം. യോഹന്നാൻ കുറഞ്ഞ് അവസാനം തലയില്ലാത്തവനായി തീർന്നു. കണ്ട, യോഹന്നാൻ കുറഞ്ഞ് അവസാനം എന്ത് ചെയ്തു? അവന്റെ തല വരെ, അവന്റെ ശിരസ് വരെ ഛേദിക്കപ്പെടേണ്ടി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വില്ലങ്കേറി മരിക്കാറായപ്പോൾ പറഞ്ഞു, ആമേൻ, ഞാൻ പോയി കഴിഞ്ഞാൽ വില്ലങ്കേറിയുടെ രക്ഷകനെ കുറിച്ചല്ല അല്ലാതെ എന്നെ കുറിച്ചൊന്നും പറയരുത്, ക്രിസ്തു മാത്രം എന്നിൽ മഹിമപ്പെടണമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് വില്ലങ്കേറി. വില്ലങ്കേറിയുടെ പ്രവർത്തനം, വില്ലങ്കേറിയുടെ നാളുകളിൽ നമ്മളെല്ലാം പഠിക്കുന്നവരാ. വില്ലങ്കേറിയുടെ ശുശ്രൂഷയുടെ ഭാഗങ്ങളെ കുറിച്ച് അനേകം മെസ്സേജുകൾ നമ്മൾ കേൾക്കാറുണ്ട്. വില്ലങ്കേറിയുടെ മരണദിനത്തിന്റെ അവസാന നാളുകളിൽ വില്ലങ്കേറി പറഞ്ഞ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കുറിച്ചല്ല ഉയർത്തേണ്ടത്, എന്നെ കുറിച്ചല്ല പറയേണ്ടത്, എന്നിൽ പ്രവർത്തിച്ച് എന്നെ ഞാനാക്കി മാറ്റി എന്റെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം എന്റെ ദൗത്യം എന്നിൽ കൂടി പൂർത്തീകരിച്ച എന്റെ കർത്താവിനെ കുറിച്ച് മാത്രമായിരിക്കണം നിങ്ങൾ പറയേണ്ടത്, എന്നെ അല്ല ഉയർത്തേണ്ടത്, യേശുവിനെ ഉയർത്തണം. യോഹന്നാൻ പറഞ്ഞതുപോലെ വില്ലങ്കേരി പറഞ്ഞു, അവൻ വളരണം ഞാനോ കുറയണമെന്ന്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെല്ലാം അതാ ചെയ്തത് കേട്ടോ. നമുക്ക് വേണ്ടി ഒരുപാട് പങ്കപ്പാടുകൾ, പീഡകൾ അനുഭവിച്ച് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന അനേകം മഹാന്മാര് ആമേൻ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു, നമ്മുടെ കർത്താവിന്റെ വചനം അനുസരിച്ച് അവൻ വളരണം, യേശു വളരണം, ഞാനോ കുറയണം. തലശിരച്ഛേദം ചെയ്യപ്പെട്ടപ്പോഴും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ യോഹന്നാൻ സ്നാപകനിൽ കണ്ട സത്യസന്ധതയും വിശുദ്ധിയും വേർപാടും നിന്നിൽ ഉണ്ടാകട്ടെ. സ്വതാവി രക്തം ചെയ്യും. പ്രൈസറോ, താഴ്മ ധരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. നികള മനോഭാവം ഉണ്ടാകരുത്. നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ കൊടുക്കുന്നു എന്നാ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നിഗളികളായിരിക്കുന്ന ശുശ്രൂഷകന്മാരോട്, നിഗളികളായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവരോട്, അത് സഹോദരനായിരുന്നാലും സഹോദരിയായിരുന്നാലും തലമുറ ആരായിരുന്നാലും അവരോട്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവരുടെ മേൽ ദൈവം കൃപയും കൃപാവരങ്ങളും ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും നൽകി അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. രക്തം ചെയ്യും. അതാണ് കണ്ടുവരുന്നത് കേട്ടോ, രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയാം, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ പറയും മാനസാന്തരപ്പെടണം, പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെട്ടതല്ല. ദൈവവചനം പഠിച്ച് കർത്താവിന്റെ വേല ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം എന്റെ നേരെ വളരെ തട്ടിക്കേറി ആക്രോശത്തോടെ, വളരെ ഭീരുവായി, ഭീകരമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം തുള്ളി ചാടിയാണ്, വിറക്കുകയാണ്. ഹല്ലേലൂയ. അനവധി വിശ്വാസികളുണ്ട്. വിശ്വാസികളൊക്കെ അന്തിച്ചു പോയി, ഇയാൾ എന്താ ചെയ്യുന്നത്? കാരണം വിശുദ്ധന വേല ചെയ്തുകൊണ്ട് ഒരു പാസ് എന്നുള്ള പദവി ഇന്നും പലരും അദ്ദേഹത്തെ പാസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കൈകേറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്ന പിശാച് പുറത്തു വന്നു. അല്ലെ, ഞാൻ മൗനമായിട്ട് നിന്നു കേട്ടോ. എനിക്കറിയാം ഇത് പിശാചാണെന്ന് എനിക്കറിയാം, ദൈവാത്മാവല്ലെന്ന് എനിക്ക് മനസ്സിലായി. ദൈവാത്മാവായിരുന്നെങ്കിൽ യോഹന്നാൻ സ്നാപകനെ പോലെ നിന്നു കൊടുത്തേനെ. അല്ലേ, പിശാച് അങ്ങനെ അടക്കിയിരിക്കത്തില്ല. അവൻ കലിതുള്ളും, ഈറ്റപ്പുലിയെ പോലെ കലിതുള്ളും. ചില ദൈവദാസന്മാര്, ചില ദൈവമക്കളെ കാണുന്നത് ഈറ്റപ്പുലി തുള്ളുന്നത് പോലെ, ഈറ്റപ്പുലി കോപിക്കുന്നത് പോലെ, ഈറ്റപ്പുലി ചാടുന്നത് പോലെ ചാടുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരൊക്കെ ദൈവാത്മാവിലല്ല. അല്ലേ, യോഹന്നാൻ സ്നാപകനെ പോലെ മടങ്ങിവ, മാനസാന്തരപ്പെട്ട് മടങ്ങിവ. അല്ലേലിയ. സുവിശേഷം എന്ന് പറയുന്നതിന്റെ സത്യത്തിനകത്ത് നീ വിധേയപ്പെടണം. നിരമേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെട്ട് നിറയപ്പെട്ട് പറഞ്ഞു, അവൻ വളരണം, ഞാനോ കുറയണം. യേശു ക്രിസ്തുവിനെ നിന്റെ ഉള്ളിൽ നിന്ന് മഹത്വം കൊടുക്കണം. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് യോഹന്നാൻ സ്നാപകന്റെ അല്ലെങ്കിൽ അടുക്കൽ ജനങ്ങൾ വന്നു, നീ ആർ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു വലിയ പ്രവാചകനെയോ ശുശ്രൂഷക്കാരനായോ ഉയർത്തി പറഞ്ഞില്ല.
തന്റെ പ്രതാപത്തെയോ കുടുംബത്തെയോ വിളിയെക്കുറിച്ച് യാതൊരു വിധത്തിലും അഹങ്കരിക്കാതെ ഹല്ലേലൂയ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ജനമെല്ലാം കൂടെ വന്ന് ചോദിച്ചു, നീ ആരാണെന്ന്. ഹല്ലേലൂയ. നീ ആരാണെന്ന് യോഹന്നാൻ സ്നാപകൻ ചോദിച്ചു. ഞാൻ വലിയൊരു പ്രവാചകനാണ്, വലിയ പുരോഹിതനാണ്, വലിയ ദൗത്യമുള്ള, വലിയ നിയോഗമുള്ള, ദർശനമുള്ളവനാണ്, വെളിപ്പാടുള്ളവനാണ്. ഞാൻ സക്രിയാവിന്റെ എലിസബത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. കർത്താവിന് മുമ്പേ വഴിയൊരുക്കാൻ വന്ന ദൂതനാണ്. എന്റെ പാരമ്പര്യം അറിയാമോ, എന്റെ മഹത്വം അറിയാം, എന്റെ മഹിമ അറിയാം, എന്റെ വിദ്യാഭ്യാസം അറിയാം, എന്റെ യോഗ്യത അറിയാമോ എന്നൊന്നും യോഹന്നാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇതൊന്നും പറയാതെ യോഹന്നാൻ തന്നെ കുറിച്ച് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എന്താണ്? അതാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 23-ാമത്തെ വാക്യം പറയുന്നു, അതിനവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെ ആക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അവിടെ താഴ്മയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകന് പറയുവാനുള്ള കർത്താവിനെ കുറിച്ചാണ്. തന്റെ പ്രതാപത്തെ, തന്റെ മഹിമയൊന്നും ഉയർത്തി കാണിക്കാതെ കർത്താവിന്റെ താഴ്മ ധരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. അതേപോലെ ഞാൻ മരുഭൂമി വിളിച്ചു പറയുന്നവരാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയാൻ വേണ്ടി, എന്റെ യേശുവിനെ കുറിച്ച് വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ ദൈവത്തെ നിയോഗിക്കപ്പെട്ട എന്റെ യേശുവിന്റെ ദാസനാണ്. ഹല്ലേലൂയ എന്ന് മാത്രമാണ് യോഹന്നാൻ പറയുന്നത്. ഹല്ലേലൂയ. എത്രമാത്രം താഴ്മയാണെന്ന് നോക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ മുമ്പിലും ശുശ്രൂഷകന്മാരുടെ മുമ്പിലും താഴ്മയോടെ നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ തീർച്ചയായി ഉയർത്തി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, ശ്രോതാവേ, ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ പോലെ നിങ്ങൾ കർത്താവിന്റെ മുമ്പിലും ശുശ്രൂഷക്കാരന്മാരുടെ മുമ്പിലും നിങ്ങളുടെ സഹോദര വർഗങ്ങളുടെ മുമ്പില് നിങ്ങളെ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ ഉയർത്തി മാനിച്ചനുഗ്രഹിക്കും. അതുകൊണ്ടാണ് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 2:30 അവസാന ഭാഗം വായിച്ച് കാണാൻ കഴിയും. താഴ്മ ധരിക്കണം. പ്രസംഗിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. പ്രസംഗിച്ചതുകൊണ്ടോ കുറെ വെളിപ്പാടുകളും ദൂതുകളും ആലോചനകളും ഒക്കെ പറഞ്ഞതുകൊണ്ടോ സഭയ്ക്കകത്ത് ഇളക്കപ്പെരുപ്പ് ഉണ്ടാക്കി ചാടി മറിഞ്ഞ് ഓടിയത് കൊണ്ടോ ഒന്നും കാര്യമായില്ല. അതൊക്കെ നല്ലതാ നിങ്ങൾ ചെയ്തു. പക്ഷെ നിന്റെ ഉള്ളിൽ യോഹന്നാനെ പോലെ താഴ്മയുണ്ടായിരിക്കണം. യോഹന്നാനെ പോലെ നിന്റെ നിഗള മനോഭാവത്തെ, ഞാനുള്ള ഭാവത്തെ നീക്കിക്കളഞ്ഞിട്ട് അവൻ വളരണം, ഞാനോ കുറയണമെന്നുള്ള ചിന്തയിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ദാസനെ പോലെ യോഹന്നാനിൽ ഉണ്ടായിരുന്ന ആ തെളിമത്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. രക്തം ചെയ്യാം. പ്രൈസലോ. ദൈവോത്തരത്തിലേക്ക് മടങ്ങി വരാം നമുക്ക്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവിനെ നീ അനുഗമിക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ സകല ദുഷ്ട സ്വഭാവങ്ങളും ദുർസ്വഭാവങ്ങളും വിട്ട് ഈ ലോകത്തിന്റെ പാപമോഹങ്ങളിൽ നീ വഴുതി വീണ് പാപത്തിന്റെ ഇംഗിതങ്ങൾക്ക് നീ വഴങ്ങി നിത്യമായ നരകത്തിലേക്ക് നീ പോകാതെ, അല്ലെങ്കിൽ ഈ ലോക മനുഷ്യനേക്കാൾ വ്യത്യസ്തനായി യോഹന്നാൻ സ്നാപകൻ ഒട്ടകരോമം കൊണ്ട് ഉടുപ്പ് ധരിച്ച് വെട്ടുകളെയും കാട്ടുതീനും ഉപജീവനമാക്കി പോയതുപോലെ നീ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്, നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ അനുഗ്രഹത്തിന്റെ ഭാവിക്ക് വേണ്ടി അവരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ, നയിക്കുവാൻ വേണ്ടിയിട്ട് നീ താഴ്മ ധരിക്കണമെന്ന് രക്തം ചെയ്യും. നീ താഴ്മ ധരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരു ദാസനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ സകല നഷ്ടങ്ങളെ നീക്കി, നിന്റെ സകല പ്രതിസന്ധികളെ നീക്കി, നിനക്കും നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് മേലെ വ്യാപരിക്കുന്ന സകല പാപശാപ രോഗബന്ധനങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ച് ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. രക്തം ചെയ്ത് നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കും. നമ്മള് ഹോശേയുടെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ടതേ. നീ താഴ്ത്തി കൊടുക്കുമ്പോൾ നിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം ദൈവം തരും. ഹല്ലേലൂയ. ഒരു വലിയ കൊയ്ത്ത് ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ആമീൻ. ദൈവം നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. ആണച്ചിന്റെ കിളിവാതികൾ തുറക്കും. സ്ഥലം പോരാതെ വരുമ്പോൾ നിന്റെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്ക്. നീ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറായാൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതിന് മാത്രമേ സമാധാനമുള്ളൂ. അതിൽ മാത്രമേ സന്തോഷമുള്ളൂ. അതിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ കഴിയുള്ളൂ. ദൈവം തരാത്തത് എന്തെങ്കിലും പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അതും അതിന്റെ 4 മടങ്ങ് തിരിച്ചു കൊടുക്കണം. സക്കായി പറഞ്ഞതുപോലെ
ഞാൻ ആരുടെയും ചതിവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അതിന് 4 മടങ്ങ് കൂടെ മടക്കി കൊടുക്കുന്നു പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ആരോടെങ്കിലും എന്തെങ്കിലും അപകരിച്ചും കളിയാക്കിയും കബളിപ്പിച്ചും പിടിച്ചു പറിച്ചും വ്യാജം പറഞ്ഞും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണമെങ്കിലേ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. പാപം ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ട് കർത്താവി അറിയാതെ പറ്റിപ്പോയെന്ന് പറയുന്നത് ഇത് ഒത്തിരി പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. എല്ലാവരും പാപം ചെയ്യും, തെറ്റ് ചെയ്യും, പിടിച്ചു വാങ്ങും, അപകരിക്കും, എല്ലാം തോന്നിവാസം ചെയ്തിട്ട് എന്നും പറയും കർത്താവ് അറിയാതെ ചെയ്തു പോയി. നീ അറിഞ്ഞാണല്ലോ മേടിച്ചു വെച്ചത്, പിന്നെ എന്താ അറിയാതെ ചെയ്തു പോയെന്ന് പറയുന്നത്? ലേലിയ സ്വതം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടും പറയാ അറിയാതെ ചെയ്തു. പക്ഷെ നീ ചെയ്തെല്ലാം സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ സ്നാപകന് ഒരു ജോലി മാത്രമേ കർത്താവ് നിയമിച്ചുള്ളൂ. യോഹന്നാൻ സ്നാപകന് ഒറ്റ ശുശ്രൂഷയുണ്ടായിരുന്നു. എന്താണ് ആ ശുശ്രൂഷ? ജനങ്ങൾക്ക് സ്നാനം നൽകലാകുന്നു. അത് മാനസാന്തരത്തിനായും പാപക്ഷമയ്ക്കായി യോർദാൻ നദിക്കരയിൽ വെച്ച് സ്നാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്തത്തിൽ അവൻ വിശ്വസ്തനും സത്യസന്ധനുമായിരുന്നു. ആകയാൽ ദൈവോത്തരമായിരിക്കുന്ന യേശുവും തന്നെ താഴ്ത്തിക്കൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ കൈകൊണ്ട് സ്നാനമേറ്റു. യോഹന്നാനെ ഒറ്റ ശുശ്രൂഷ ഏൽപ്പിച്ചുള്ളൂ. മാനസാന്തരപ്പെട്ട് വരുന്ന സ്നാനമേൽക്കുക, സ്നാനം കൊടുക്കുക. ആ ശുശ്രൂഷ യോഹന്നാൻ സത്യസന്ധതയോടും വിശ്വസ്തയോടും ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ താഴ്ത്തിക്കൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ വന്ന് സ്നാനമേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ച് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കത് കർത്താവിന്റെ വഴി ഒരുക്കി അല്ലെങ്കിൽ അവന്റെ പാത നിരപ്പാക്കി എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാന് ശേഷമായി യേശു പിതാവിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പീരെന്നാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യോഹന്നാൻ സ്നാപകനെ പോലൊന്ന് താഴ്ത്തി കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ ജീവിതം വിജയിക്കും കേട്ടോ. നാം വായിച്ചവർ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ലെന്ന. ഇതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, അവൻ വളരണം ഞാനോ കുറയണമെന്നുള്ള ആ താഴ്മയുടെ അനുഭവത്തിലൂടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിൽ ഇതുവരെ ദുഃഖവും സങ്കടവും കണ്ണുനീരിന്റെ നിലയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. കുടുംബത്തിനകത്ത് പാപശാപ രോഗബന്ധങ്ങൾ നിന്നെ തളർത്തുന്നുണ്ടോ? നിന്റെ ജീവിതം തകർന്ന് സ്വസ്ഥതയില്ലാത്ത കുടുംബജീവിതം ഭിന്ന ഭിന്നമായി നിന്റെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ബാൻസലകൾക്കും മക്കളും ഭർത്താവും ഭാര്യ നിന്റെ കുടുംബത്തിൽ അടിമപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിന് നടുവിൽ നീ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ സന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ദൈവികമായി സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ, നിന്റെ കുടുംബം ഒരു സ്വർഗമാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. ഇന്ന് പകരം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആരെങ്കിലും വളരെ ഭാരത്തോട് പ്രയാസവിഭാജനം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് യോഹന്നാൻ സ്നാപകനെ പോലൊന്ന് താഴ്ത്തി കൊടുത്ത്, ദൈവമേ എന്നെ എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് മാറ്റണമേ, അവിടുത്തെ സന്നി എന്നെ തന്നെ താഴ്ത്തെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് ചെറിയ വലിയ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ട വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാരെ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലകളെ, വിവിധ ഗോത്രവിഭാഗങ്ങളെ, ജനത്തെ, അധികാരികളെ, മൂപ്പന്മാരെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSF അതിർത്തികൾ കാക്കുന്നവർ, ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ജുഡീഷ്യലുമായി വകുപ്പുകളെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കും. കരയിൽ, കടലും, ആകാശമാർഗം വാഹനം ഓടിക്ക് യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധനത്തിൽ ജോലി അയക്കുന്നവർ, സമുദ്രത്തിലെ ആഴങ്ങളിലും ഖനികളിലും കമ്പനികളിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വരുന്ന ചെറുതായി വ്യാപാരികൾ, വ്യവസായികൾ, വഴികൂര കച്ചവടക്കാർ, സഹകരണ മേഖലയും ബുദ്ധിമേഖലയും ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, കർത്താവി എല്ലാ മേഖലയിലും പൊതുമേഖലയിലായിരിക്കുന്നവരെ കർത്താവി, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ടാക്സി, ഓട്ടോ, പ്രൈവറ്റ് തൊഴിലാളികളെ, എല്ലാവിധ കർത്താവി ജോലിക്കാരെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. മത, സാമൂഹിക, സംസ്കാര, സഹകരണ, ചരിത്ര, മാധ്യമ, മീഡിയ, സയൻസ്, എഞ്ചിനീയർമാർ ദൈവങ്ങൾ ഏൽപ്പിക്കണം. മാനസാന്തരം കൊടുക്കണം. മദ്യത്തിന്, മയക്കുമരുന്നിന്, ബാൻസലഹരി അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ, സ്ത്രീ പുരുഷന്മാർ, കുട്ടികൾ മാനസാന്തരം മടങ്ങിവിട്ടേക്കാണ്. അബ്കാരി രൂപികളെ, മൈകുൻ രൂപികളെ അവർ ചെയ്യുന്ന ക്രൂരവും നീചമായ പ്രവൃത്തിയിൽ വഴിതെറ്റിപ്പോകുന്ന തലമുറകളുടെ
കർത്താവിനെ സന്ദർശിക്കണമേ, മാനസാന്തരം കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു പോയിരിക്കുന്നവരെ ഓർക്കുന്ന കർത്താവ് കഷ്ടനിധി പ്രയാസം കടന്നു പോകുന്നുണ്ട്. വിദേശത്തെ പീഡിപ്പിക്കുന്ന സഹോദരിമാരുണ്ട്, വിസ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവ് നാട്ടിലേക്ക് മടങ്ങിയവരെ ഭാരപ്പെടുന്ന സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിദേശ ജയിലിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. കർത്താവ് ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് കടന്നുപോയി ദൈവത്തെ മദ്യത്തിന് മയക്കും പാൻസിലേഖനം ചൂതാട്ടം അകപ്പെട്ട് കിടക്കുന്നവർക്കെല്ലാം മാനസാന്തരം കൊടുക്കുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥനകൾ. കേരളത്തിലെ 3.25 കോടി ജനതലമുറ കടത്തിൽപ്പെട്ട അന്യസ്ഥാന തൊഴിലാളികളുടെ മാനസാന്തരത്തിനായി അല്ലെങ്കിൽ ഇന്ത്യയിലെ 140 കോടി ജനത്തിനായി പ്രാർത്ഥന. 21 സംസ്ഥാനം 7 കേന്ദ്രസ്ഥാനത്ത് 6 ലക്ഷത്തിന്റെ ഗ്രാമങ്ങളെ 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക രാജ്യങ്ങൾക്കായി 800 കോടി ജനത്തിനായി കർത്താവ് സ്തോത്രം. വൈദ്യുതി സൗകര്യമില്ലാതെ, നെറ്റ്വർക്ക് ഇല്ലാതെ, വണ്ടികളില്ലാതെ, വാഹന സൗകര്യങ്ങളില്ലാതെ, ഹോസ്പിറ്റലില്ലാതെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതെ, മദ്യത്തിനുമായി കഴിയപ്പെട്ട് ലോകത്തിന്റെ പാപസുകളിൽ ജീവിക്കുന്ന വിവിധ ഗ്രാമങ്ങൾ ലോകത്തിലുണ്ട്. അവിടെ എല്ലാം മാനസാന്തരം അനുഭവിച്ച ജനത്തെ കൊടുക്കുവാൻ ദൈവമാരെന്നറിയാൻ കഴിയാത്ത, ദൈവം പുറകെ യാതൊരു ബന്ധമില്ലാത്ത ജനങ്ങളുണ്ട്. ദൈവങ്ങൾക്കും അധികാരികളും കടന്നിലും കഴിയാത്ത ദ്വീപുകളുണ്ട്. അവിടെ എല്ലാം ദൈവം പ്രവർത്തിക്കണമേ. അല്ലെങ്കിൽ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരപ്പെടണം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരിക യൗവനത്തിലും വാർത്തത്തിലും വൃത്തിലെ സമയാചകർ, ഓർഫനേജ്, ഓട്ടജീവി തടവിലായിരിക്കുന്നവർക്കെല്ലാം മാനസാന്തരം പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ, വിശുദ്ധന്മാർ, അവിടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവിടെ ബിസിനസ് സ്ഥാപനങ്ങളെ, കമ്പനികളെ, ഫാക്ടറികളെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. സുവിശേഷമാകാതെ കഷ്ടതയിലും ജയിലരും ഇതെല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം ദൈവ സമാധാനം, സന്തോഷം കൊടുത്ത് യോഹന്നാൻ സ്നാപകരെ പോലെ താഴ്വിടാനും അനുഭവം കൊടുത്ത് അവൻ വളരണം, ഞാനോ കൂടെയുള്ള ചിന്തയിലേക്ക് ജനം മടങ്ങിവിടും പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം കൊടുക്കണം യേശു കർത്താവിന്റെ വിരിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.